നമസ്കാരം, എല്ലാവർക്കും ലൈഫ് അറ്റ് ദ നെസ്റ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓണം സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ വിഭവം നാരങ്ങ അച്ചാർ. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നല്ല രുചിയിൽ ഒരു അച്ചാർ. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം 600 ഗ്രാം നാരങ്ങയോളം ഉണ്ട്. എണ്ണ ആയിട്ട് പറയുകയാണെങ്കിൽ 21 എണ്ണം. നാരങ്ങ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റിയെടുക്കാം. നാരങ്ങയോടൊപ്പം തന്നെ ഞാനൊരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 20 മിനിറ്റോളം നമുക്ക് ആവിയേറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ചൂടാക്കി പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നാരങ്ങയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനതിനെ തണുത്തതിന് ശേഷം 4 കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ച നാരങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ഇടുന്നത്. ഞാൻ കായത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാൻ ഇട്ടതാണ് പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച ഉലുവയും കടുകിൻ്റെയും പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ തലേദിവസം രാത്രിയാണ് ചെയ്ത് വയ്ക്കുന്നത്. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും വെക്കണം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. നമ്മുടെ കൈക്ക് 1 പിടി ഇഞ്ചി, 1 പിടി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 4 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കറിവേപ്പില ആവശ്യത്തിന്. ഞാനിവിടെ 3 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ. നാരങ്ങയൊക്കെ ഞാൻ തലേദിവസം ഇട്ട് വെച്ചതും തുറന്നു നോക്കിയതാണ്. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 150 ഗ്രാം നല്ലെണ്ണ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ചൂടായി മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കുറച്ചൊരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം നാരങ്ങ നന്നായിട്ട് മസാലയെല്ലാം പൊതിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. എല്ലാം എരിവും പുളിയും മധുരവും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കുമ്പോഴത്തേക്കും എല്ലാം പിടിച്ച് മസാല എല്ലാം പിടിച്ച് അടിപൊളി സ്വാദായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. ഉടൻ തന്നെ ഓണം സീരീസിൻ്റെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.